കിട്ടി മൂന്നാമത്തെ ആളിനെയും കിട്ടി. PK ഫിറോസ് എന്ന മൂന്നാമത്തെ ആളിനെയും കിട്ടി. പ്രതിപക്ഷത്ത് നിന്നും മൂന്നാമത്തെ യുവാവിനെയാണ് LDFന് കിട്ടിയിരിക്കുന്നത്. ഈ മൂന്ന് പേരെയും ശരിയാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ അടുത്ത ഭരണം പിടിക്കാൻ വളരെ എളുപ്പമാണ്. മൂന്ന് പേരുടെ പേരിലും കുറ്റങ്ങൾ നിലവിലുണ്ട്, കുറ്റ ആരോപിതരാണ്. PK ഫിറോസ് വെറുതെ കൊണ്ട് തലവെച്ച് കൊടുത്തതാണ്. ആവശ്യമില്ലാത്ത പ്രസ്താവനകൾ നടത്തി, ആവശ്യമില്ലാത്ത കള്ളങ്ങൾ പറഞ്ഞു. ഈ കള്ളങ്ങളൊന്നും പറയേണ്ട ഒരു കാര്യവും അദ്ദേഹത്തിനില്ല. അദ്ദേഹം സത്യസന്ധമായി സംസാരിച്ചാൽ മതിയായിരുന്നു. ഇലക്ഷൻ സമയത്തും അദ്ദേഹത്തിന്റെ അഫിഡവിറ്റിൽ സത്യസന്ധമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതിയായിരുന്നു. ആവശ്യമില്ലാതെ കള്ളങ്ങൾ പറയുകയും ആവശ്യമില്ലാതെ സംസാരിക്കുകയും ചെയ്ത് ആവശ്യമില്ലാതെ പത്രസമ്മേളനം വിളിച്ചു വരുത്തി അദ്ദേഹം തന്നെ കുറ്റങ്ങൾ സമ്മതിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രതിപക്ഷത്ത് നിന്നും മൂന്ന് ശക്തരായ യുവാക്കളാണ് വിഴുന്നിരിക്കുന്നത്. ഈ മൂന്ന് പേർക്കും ഇനി രക്ഷപ്പെടുക വലിയ ബുദ്ധിമുട്ടാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവ് ഏകദേശം ഷെഡിൽ കയറി. ഷാഫി പറമ്പിൽ ഏകദേശം ഷെഡിൽ കയറിയും ഇറങ്ങിയും അങ്ങനെ നിൽക്കുന്നു. അടുത്തതാ PK ഫിറോസും വിഴുന്നിരിക്കുന്നു. PK ഫിറോസിന്റെ കാര്യവും ഇനി പരുങ്ങലിലാണ്. അദ്ദേഹത്തിനും ഇനി ജയിച്ചു കയറുക ബുദ്ധിമുട്ടാവും. LDFന്റെ എല്ലാ തന്ത്രങ്ങളും വിജയിച്ചു വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് പ്രതിപക്ഷത്ത് നിന്നുള്ള ഒറ്റിക്കൊടുക്കലൊക്കെ തന്നെയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇവർ മൂന്ന് പയ്യന്മാരും വളരെയേറെ സീനിയാരിറ്റി ഉള്ള നേതാക്കന്മാരെ വെല്ലുവിളിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ രാഷ്ട്രീയ ഭാവി ഇനി തുലാസിലാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന പയ്യന്റെ രാഷ്ട്രീയ ഭാവി ഏകദേശം ഒതുങ്ങിയ ലക്ഷണം തന്നെയാണ്. PK ഫിറോസും ഇപ്പോൾ ഏകദേശം പെട്ടുകഴിഞ്ഞ ഒരവസ്ഥയിൽ തന്നെയാണ്. KT ജലീലിന്റെ മുമ്പിൽ അദ്ദേഹം അടിയറവ് പറയും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KT ജലീൽ എന്തായാലും ശക്തമായ രീതിയിൽ ഇദ്ദേഹത്തിന്റെ പിറകെ കൂടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കള്ളക്കളികൾ വെളിച്ചത്ത് കൊണ്ടുവരാതിരിക്കില്ല. പാർട്ട് ടൈം ജോബാണെന്നും ഫുൾ ടൈം ജോബാണെന്ന് വിസയിൽ കാണിക്കുകയും 17,500 രൂപ ഒരു ദിവസത്തെ ശമ്പളമായി അദ്ദേഹം കൈപ്പറ്റുന്നു. എന്നാൽ ഒരു ജോലിക്കും പോകുന്നില്ല. കമ്പനിയിലുള്ളതാണെങ്കിലോ ആകെ വെറും മൂന്ന് പേർ മാത്രമാണ്. മൂന്ന് പേര് മാത്രമുള്ള കമ്പനിയുടെ ബിസിനസ് എന്താണെന്നറിയില്ല. അവിടെ മറ്റു തൊഴിലാളികളില്ല, പണിയെടുക്കാൻ ആളില്ല. ഉള്ളവരെല്ലാം മാനേജർമാരും. ഇതുപോലുള്ള തട്ടിക്കൂട്ട് കമ്പനികളുടെ മാനേജർമാരെന്നൊക്കെ പറഞ്ഞിട്ട് വിദേശത്തിരുന്നു കൊണ്ട് ഗൾഫ് NR വഴി പണം വരുത്തി അതിനെയൊക്കെ വെളുപ്പിക്കലാണ് ഇവരെയൊക്കെ പണി എന്നാണ് KT ജലീൽ പറയുന്നത്. അദ്ദേഹത്തിന് ഇവരെക്കുറിച്ചുള്ള അറിവുകളെല്ലാം കൂടുതലുണ്ടാവും. ഇദ്ദേഹവും ഈ പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് കൂടുതൽ അറിവുകളുള്ളതും. ഇങ്ങനെ കള്ളത്തരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തിക്കുന്നവർ ഇതുപോലുള്ള അധികാരങ്ങളും കൂടി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ കള്ളപ്പണം വെളുപ്പിക്കാനും മറ്റു മനുഷ്യരെയൊക്കെ അവരെ എതിർക്കുന്നവരെയൊക്കെ ഒതുക്കാനും വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വരുമാനമുള്ളവരൊക്കെ രാഷ്ട്രീയത്തിൽ കടിച്ചു തൂങ്ങുന്നത്. അവരുടെ കള്ളപ്പണങ്ങൾ വെളുപ്പിക്കുക എന്നുള്ളതായിരിക്കാം അവരുടെ ലക്ഷ്യം. ഈ PK ഫിറോസിൻ്റെ കാര്യത്തിൽ KT ജലീൽ പറയുന്നതാണ് സത്യമെന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം തന്നെ ഈ PK ഫിറോസ് തന്നെ സത്യം പറയുന്നുണ്ട്. ഒരിക്കൽ പറയും എനിക്ക് ഫുൾ ടൈം ജോലിയാണെന്ന്, പിന്നെ പറയും എനിക്ക് ഹാഫ് ടൈം ജോലിയാണെന്ന്. എനിക്ക് MLA ആയിട്ട് മത്സരിക്കുന്ന സമയത്ത് മാത്രം അദ്ദേഹത്തിന് വിസ ഇല്ലായിരുന്നു, അതിനു മുമ്പേ വിസ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ആ ടൈമിലേക്ക് മാത്രം വിസ ക്യാൻസൽ ചെയ്തിരുന്നു. ഇതൊന്നും വ്യക്തമല്ല. എന്തായെങ്കിലും അദ്ദേഹം പറയുന്നതിൽ ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സത്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമായി അദ്ദേഹം തന്നെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അടുത്ത ഇലക്ഷനിൽ പ്രതിപക്ഷം അധികാരത്തിൽ വരും എന്നുള്ള ഒരു ധാരണ എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരുന്നു. അതിന് പടിപ്പടിയായി മങ്ങലേറ്റുകൊണ്ടിരിക്കുന്നു. പ്രധാന കാരണക്കാരനായത് VD സതീശൻ തന്നെയാണ്. തൻ്റെയോടൊപ്പം ചേർന്ന് നിന്നവർ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ പെടുമ്പോൾ അവരെ ഒറ്റിക്കൊടുക്കുന്ന ഒരു രീതിയാണ് VD സതീശൻ കാണിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു മണ്ടത്തരമാണ് ഈ മൂന്ന് നേതാക്കളെ ഇപ്പൊ കുടുക്കിയിരിക്കുന്നത്. അദ്ദേഹം ശക്തമായി അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും പുറത്തു വരില്ലായിരുന്നു. ഈ ചെറുപ്പക്കാർക്കൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ആർത്തിയാണ് ഇതിനെല്ലാം കാരണമായി മാറിയത്. നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും അബദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞ് നേരെയാക്കി എടുക്കുന്നതിന് പകരം എതിർകക്ഷികൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന രീതിയാണ് സതീശൻ കാണിച്ചത്. സതീശന്റെ മണ്ടത്തരങ്ങളാണ് ഇതിനെല്ലാം കാരണമായി മാറുന്നത്. അദ്ദേഹത്തിന്റെ കസേരയ്ക്ക് അദ്ദേഹം തന്നെ പണി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഒരിക്കലും ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പയ്യന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഈ ഒരു പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു വിഷയം വന്നിരുന്നെങ്കിൽ അദ്ദേഹം പാർട്ടിക്കുള്ളിൽ തന്നെ അതിനെ പരിഹരിക്കണമായിരുന്നു. അല്ലാതെ മറുപക്ഷത്ത് നിൽക്കുന്നവർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഇപ്പുറത്ത് നിന്ന് ഞാൻ വിജയിച്ചു, ബയൽമാൻ ജയിച്ചു എന്ന് പറയുന്ന രീതിയാണ് സതീശൻ കാണിച്ചത്. അദ്ദേഹത്തിന് ഈ ഒരു വിഷയം വളരെയേറെ ദോഷം ചെയ്യും. ഇപ്പം മൂന്നാമത്തെ ആളാണ് വിഴുന്നിരിക്കുന്നത്. 3 വിക്കറ്റ് വിഴുന്നിരിക്കുന്നു. എന്തായാലും ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനിൽ പ്രതിപക്ഷത്തിന് ജയിച്ചു വരാൻ
വളരെ ബുദ്ധിമുട്ടാവും. നല്ല കഴിവും നല്ല രീതിയിൽ പ്രസംഗിക്കാനും ഒക്കെയുള്ള 3 ചെറുപ്പക്കാരാണ് വിഴുന്നിരിക്കുന്നത്. ഇവർക്കിനി വലിയ പ്രസംഗങ്ങളൊന്നും നടത്താനോ വീരവാദങ്ങൾ മുഴക്കാനോ ഇതുപോലുള്ള തന്നെ വലിയ വലിയ നേതാക്കളെയെല്ലാം പ്രസംഗിച്ച് ഒതുക്കാനോ കഴിയില്ല എന്നുള്ള സത്യം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വി.ഡി. സതീശൻ കാണിച്ച ഏക മണ്ടത്തരമാണ് ഇതിനെല്ലാം കാരണമായി മാറിയത്. അതിൻ്റെ പരിണാമഫലം അദ്ദേഹത്തിന് തന്നെ അനുഭവിക്കേണ്ടി വരും.